നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സസ്പെൻസിനൊടുവിൽ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ആദ്യ ബിജെപി മേയറാകാൻ വി രാജേഷ്. ഹാട്രിക് ജയം നേടിയ ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക്. തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ, തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തുസൂക്ഷിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം ആരോപിച്ച് LDF ഹൈക്കോടതിയിലേക്ക്. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. ഡി മണിയെ കണ്ടെത്തിയതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം നിർണായക ഘട്ടത്തിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കവർച്ച നടത്താൻ ലക്ഷ്യമിട്ടെന്ന വിവരം. ഡി മണിയെ വിശദമായി ചോദ്യം ചെയ്തു. വിരുദ് നഗർ സ്വദേശി ശ്രീകൃഷ്ണനിലേക്കും അന്വേഷണം. പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ ന്യായീകരിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ലായിരുന്നു. തിരുപ്പിറവി ആഘോഷത്തിൽ ലോകം. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് മാർപ്പാപ്പയുടെ സന്ദേശം. പതിവ് തെറ്റിക്കാതെ ഡൽഹിയിൽ ക്രൈസ്തവ ദേവാലയം സന്ദർശിച്ചു മോദി. Father, we still our hearts before you on this Christmas morning. We give you thanks for the gift of your only Son Jesus, who came as a Savior to save us from our sins. കേരളത്തിലും തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. ക്രിസ്മസ് രാവിലും രാജ്യത്ത് വിവിധയിടങ്ങളിൽ ആക്രമണം. ആശങ്ക അറിയിച്ച സഭാ തലവന്മാർ. ആലപ്പുഴ ചാരുമൂട്ടിൽ കരോൾ സംഘങ്ങൾ ഏറ്റുമുട്ടി. സ്ത്രീകളടക്കം നിരവധി പേർക്ക് പരുക്ക്. തല്ല് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന്. കർണാടകയിലെ ചിത്രദുർഗയിൽ ബസ്സിന് തീപിടിച്ച് 5 പേർക്ക് ദാരുണാന്ത്യം. 20-ലേറെ പേർക്ക് പൊള്ളലേറ്റു. നിയന്ത്രണം വിട്ട ലോറി സ്ലീപ്പർ ബസ്സിലിടിച്ച് അപകടം. കാസർഗോഡ് മാലോത്ത് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. സുഹൃത്തിന് ഗുരുതര പരിക്ക്. അടിമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു മരണം. 17 വർഷത്തിനു ശേഷം BNP നേതാവ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ. ഖാലിദ സിയയുടെ മകൻ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി പദം. സംഘർഷത്തിന് അയവില്ലാതെ ബംഗ്ലാദേശ്. ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീക്കം. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള ഡി മണിയുടെ യഥാർത്ഥ പേര് ബാലമുരുകനാണെന്ന് SIT സ്ഥിരീകരിച്ചു. 1000 കോടി വില മതിക്കുന്ന അമൂല്യ വസ്തുക്കൾ കടത്താനുള്ള നീക്കമാണ് സംഘം നടത്തിയതെന്ന വിവരവും പുറത്തുവരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വസ്തുക്കൾ കവർച്ച ചെയ്യാനും സംഘം ലക്ഷ്യമിട്ടിരുന്നു. ഇതിനിടെ പോറ്റിയെ അന്വേഷണ സംഘം വീണ്ടും ജയിലിൽ ചോദ്യം ചെയ്തു. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയെന്ന് കരുതുന്ന ഡി മണി എന്ന ബാലമുരുകനെ SIT വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഡയമണ്ട് മണി എന്ന പേര് ചുരുക്കി പലരും വിളിക്കുന്നതാണ് ഡി മണി എന്നത്. വജ്രവ്യാപാരിയായിരുന്ന മണി പിന്നീട് വിഗ്രഹ ഇടപാടിലേക്ക് മാറിയെന്നാണ് കണ്ടെത്തൽ. പോറ്റിയുമായി ഇയാളെ അടുപ്പിച്ചത് ജയലളിതയുമായി ബന്ധമുള്ളവരാണ്. ഇരുവരുടെയും അടുപ്പക്കാരനായ വിരുദ് നഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ഡി മണിക്ക് കേരളത്തിൽ വേരുകളുണ്ടോ? ശബരിമലയുമായി ബന്ധപ്പെട്ട് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തുന്ന ഇടപാട് ഡി മണിയും സംഘവും നടത്തിയോ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് SIT. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ ശേഷം SIT മൊഴിയെടുത്ത വിദേശ വ്യവസായി വ്യക്തമാക്കിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഡി മണിയും കേരളത്തിലെ ഒരു ഉന്നതനും ചേർന്ന് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തുകയും ഇതിന് പകരമായി ഏകദേശം 500 കോടിയോളം രൂപ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നതന് ഡി മണി കൈമാറിയെന്നുമാണ് മൊഴിയിൽ പറയുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇടനിലക്കാരൻ. മൊഴിയിൽ പറയുന്നത് പോലെ ഇത്തരത്തിലൊരു ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് SIT പരിശോധിക്കുന്നു. കേരളത്തിൽ 1000 കോടിയുടെ ഇടപാട് നടത്താനാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത്. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ കടത്തുന്നതിന് 500 കോടിയാണ് സംഘം കൈമാറിയത്. ശേഷിക്കുന്ന 500 കോടി രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കടത്തുന്നതിനാണ് നീക്കിവച്ചിരുന്നത്. എന്നാൽ ഇത് നടന്നില്ലെന്നും വിദേശ വ്യവസായിയുടെ മൊഴിയിലുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.
സോണിയാഗാന്ധിയുടെ അടുത്ത് സ്വർണ്ണപ്പാളി കേസ് പ്രതികൾ പോയ സംഭവത്തിൽ പ്രതികരിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ചില ആളുകളെ പരിചയപ്പെടുന്നത് അവരുടെ എല്ലാ വിവരവും അറിഞ്ഞിട്ടല്ല. മുഖ്യമന്ത്രിയുടെ തോളത്ത് അവർ നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നല്ലോ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു. നമ്മളിപ്പോൾ ഓരോരുത്തരെയും നമ്മൾക്ക് പരിചയപ്പെടുന്നത് അവരുടെ മുഴുവൻ ആൻറ്റിസിഡൻസും പരിശോധിച്ചിട്ടല്ല. ചിലപ്പം ചില ആളുകൾ പരിചയപ്പെടും, എല്ലാവരെയും പരിചയപ്പെടും. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും പലരെയും പരിചയപ്പെടും. അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റകൃത്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളത് CPMൻ്റെ നേതാക്കളാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ തോളത്ത് കയറ്റി നിൽക്കുന്ന ഫോട്ടോയും വന്നല്ലോ. ആരുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ കൊള്ള നടന്നതെന്ന് ഹൈക്കോടതി നിയോഗിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിലെ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ മുടന്തിൻ്റെ ഞങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. തനിക്ക് മുന്നേ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചല്ല, സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പോറ്റിയോട് സംസാരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉന്നയിച്ച ആക്ഷേപം അന്തസ്സിന് ചേർന്നതാണോ എന്ന് പരിശോധിക്കണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കാട്ടുകള്ളനെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ലായിരുന്നു. മാത്രമല്ല, എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞാൻ ശ്രീമതി സോണിയാഗാന്ധിയും ഈ കാര്യങ്ങൾ ഞാൻ ധരിപ്പിക്കുമായിരുന്നു എന്നുള്ളത് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇത് ആരൊക്കെയോ ആളുകൾ വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ തന്നെ വരുമ്പോൾ ചില ആളുകൾ എന്നോടൊപ്പം നിന്നുകൊണ്ട് മൊബൈലിൽ ഫോട്ടോ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇവിടെ എത്തിച്ചേരുന്ന ആരൊക്കെയാണ് എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആരെയും തുറന്നു നോക്കുവാൻ കഴിയുകയില്ല എന്ന സത്യാവസ്ഥ കൂടി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുകയും അദ്ദേഹവുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയ ചിത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൈവശം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. തിരക്ക് വർദ്ധിക്കുമെന്നതിനാൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർ പോലീസുമായി സഹകരിക്കണമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. മണ്ഡല പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം റിവ്യൂ ചെയ്യാൻ വേണ്ടിയും പിന്നെ ഇന്ന് ഞങ്ങളുടെ കർപ്പൂരായിട്ടുണ്ട്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണം തന്നെയാണ് അവിടത്തേക്ക്. നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കൂടുതലായിട്ട് ഭക്തജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനാവശ്യമുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിലയ്ക്കൽ, പമ്പയും പിന്നെ സന്നിധാനത്തെ കൂടെ 3 സ്ഥലങ്ങളിൽ കൂടെ നല്ലപോലെ ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുന്ന ഭക്തജനങ്ങൾ ഞങ്ങളുടെ റിക്വസ്റ്റ് എന്താണെങ്കിൽ വെർച്വൽ കോൾ ആളുകൾ മാത്രം വരണം. അല്ലെങ്കിൽ വരുവാണെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് വേണമെങ്കിൽ കുറച്ച് ദയവായി അവർ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ചിലപ്പം 1-2 മണിക്കൂർ കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. അതിനെ ഞങ്ങളോടൊപ്പം സഹായിക്കണമെന്ന് ഞങ്ങളുടെ അഭ്യർത്ഥനയാണ് ഭക്തജനങ്ങൾക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകാൻ VV രാജേഷ്. VV രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചു. BJP സംസ്ഥാന സെക്രട്ടറിയായ VV രാജേഷ് കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് വിജയിച്ചത്. GS ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ VV രാജേഷ് കോർപ്പറേഷൻ നഗരസഭയിൽ BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് 3ാമത്തെ പ്രാവശ്യം കൗൺസിലറായിട്ട് വിജയിച്ചു വന്ന പ്രിയപ്പെട്ട ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അനിശ്ചിതത്വങ്ങൾക്കും സസ്പെൻസിനും ഒടുവിൽ VV രാജേഷിനെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത്. രാജീവ് ചന്ദ്രശേഖരന്റെ BJP സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രഖ്യാപനം. R ശ്രീലേഖയുടെ പേര് ആദ്യഘട്ടം മുതൽ VV രാജേഷിന്റെ പേരിനൊപ്പം തന്നെ സജീവമായി ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചവരെ ശ്രീലേഖയുടെ പേരിനായിരുന്നു മുൻതൂക്കവും. എന്നാൽ അതിശക്തരായ പ്രതിപക്ഷ നിരയുണ്ടാകും. അത് LDFന്റെയും UDFന്റെയും അതിശക്തരായ നേതാക്കൾ കൌൺസിലുണ്ടാകും. അത്തരമൊരു കൌൺസിലെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ പരിചയമുള്ള ഭരണപരിധിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പരിചയമുള്ള നേതാവ് തന്നെ വേണം. അങ്ങനെയാണ് BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായ കൊടുങ്ങാനൂർ വാർഡ് കൌൺസിലർ VV രാജേഷിന്റെ പേരിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നത്. കരിമം നിന്ന്
ജയിച്ചു വന്ന ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ. തുടർച്ചയായ 3ാം തവണയാണ് ആശയും കൌൺസിലിലേക്ക് എത്തുന്നത്. ഏതായാലും ആർഷിയിലേക്ക് എന്ന പേര് തന്നെയായിരുന്നു മുൻതൂക്കമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖയുടെ പേരിന് ഉറച്ചു നിൽക്കുകയായിരുന്നു. ശ്രീലേഖയെ മേയർ സ്ഥാനത്തെ പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറെടുത്തതാണ്. പക്ഷേ അത് ഏകപക്ഷീയ തീരുമാനമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ തുടങ്ങിയ പ്രധാന നേതാക്കൾ തന്നെ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചതാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പുനഃപരിശോധിക്കാൻ രാജീവ് ചന്ദ്രശേഖർ നിർബന്ധിതമായത്. തലസ്ഥാന നഗരഭരണം ലഭിക്കുമ്പോൾ വലിയ വെല്ലുവിളി കൂടിയാണ് അതെന്ന് നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെ ആ വലിയ ഒരു ഞാണിന്മേൽ കളിയായി തന്നെ കൊണ്ടുപോകേണ്ട ഭരണത്തെ പിടിച്ചു നിർത്താൻ അതിനെ നേരെ കൊണ്ടുപോകാൻ രാജേഷിനെ പോലെ പരിസമ്പന്നയാൾ തന്നെ വേണമെന്ന തീരുമാനത്തിലേക്ക് അങ്ങനെ ദേശീയ നേതൃത്വം എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണ് ശ്രീലേഖയുടെ പേര് വെട്ടി വി രാജേഷ് എന്ന ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി, നേരത്തെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നയാളാണ് രാജേഷ്, ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നയാളാണ് രാജേഷ്. അത്തരം പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ നഗരഭരണം ആറ്റുനോറ്റ് കാത്തിരുന്ന് കിട്ടിയ നഗരഭരണം കൊണ്ടുപോകാൻ ബിജെപി ചുമതലപ്പെടുത്തുകയാണ്. വി രാജേഷിനെ സഹായത്തിന് ഡെപ്യൂട്ടി മേയറായി ആശാനാഥും ഉണ്ടാകും. നാളെയാണ് മേയർ തിരഞ്ഞെടുപ്പെങ്കിലും 50 കൌൺസിലർമാരുടെ ഉറച്ച പിന്തുണ ബിജെപിക്കുണ്ട്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഒരു ഓഫീസ് സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുമ്പോഴേക്ക് അവരാണ് അതിന്റെ ഉടമസ്ഥകൾ, അവകാശികൾ. നമ്മൾ പൊതുപ്രവർത്തകർ കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകണം. നമുക്ക് ചിലപ്പോൾ നല്ല ടെൻഷനുള്ള സമയത്ത് അവരൊന്ന് ഫോൺ ചെയ്യും, നമ്മൾ ഫോൺ എടുക്കണം, നമ്മൾ അവർ മറുപടി പറയണം. ഈ തരത്തിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. ആർക്കും അവരുടെ വീട് പോലെ കടന്നു വരാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറണം, ജനകീയ സ്ഥാപനമായി മാറണം. 2 സ്വതന്ത്രന്മാരിൽ ഒരാളുടെ പിന്തുണയും ഇതിനകം ബിജെപി ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ 51 എന്ന മാജിക്കൽ ഫിഗറിലേക്ക് ബിജെപി എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അനായാസം ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതീക്ഷ. വളരെ അപ്രതീക്ഷിതമായിട്ട് പാർട്ടി എന്നിൽ തന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൌൺസിൽ യോഗമാണ് നമുക്കിവിടെ ഇന്ന് നടക്കാനിരുന്നത്. ആ കൌൺസിൽ യോഗത്തിന് ഒരു 5 മിനിറ്റ് മുമ്പാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പാർട്ടി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നതിൽ താല്പര്യക്കുറവൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞാൽ ഏതൊരു പ്രവർത്തകനെ പാർട്ടി പറയുന്ന അനുസരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷവും അതിനേക്കാൾ ഉപരി ആത്മവിശ്വാസവുമുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി യുവാക്കൾക്കും സാധാരണക്കാർക്കും ഇത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് ഞാനാണ് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് പാർട്ടിയോട് കടപ്പെട്ടിരിക്കുക. ശക്തമായ പ്രതിപക്ഷത്തെ ക്രിയാത്മക പ്രതിപക്ഷമായി കാണാനാണ് എനിക്ക് ഇഷ്ടമെന്ന് വി രാജ് പറയുന്നു. വികസന സ്വപ്നങ്ങളാണ്, വലിയൊരു വികസന സ്വപ്നങ്ങളാണ് ബിജെപിയും വി രാജേഷും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. 45ാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഈ തലസ്ഥാന നഗര വികസനത്തിന്റെ പുത്തൻ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും ബിജെപി വ്യക്തമാക്കുന്നു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിലെ ചട്ടലംഘനം ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ CPM. നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നീക്കം. കാവിലമ്മയുടെയും ബലിദാനികളുടെയും അയ്യപ്പന്റെയും പേരിൽ സത്യവാചകം ചൊല്ലിയ കോൺഗ്രസ് BJP കൌൺസിലർമാരായ 20 പേരെ മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM ജില്ലാ സെക്രട്ടറി വി ജോയും പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്കും പരാതി നൽകിയിട്ടുണ്ട്. ഗുരുദേവനാമത്തിൽ സത്യപ്രതിജ്ഞ നിർവഹിക്കുന്നുവെന്ന് ശ്രീ പത്മനാഭനാമത്തിൽ സത്യപ്രതിജ്ഞ നിർവഹിക്കുമെന്ന് കാവിലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്നും ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ. ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ വേണം സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിക്കേണ്ടത്. പക്ഷേ കൌൺസിലർമായി സത്യപ്രതിജ്ഞ ചെയ്ത 20 പേർ, അത് BJP 20 പേരും കോൺഗ്രസിലെ ചില കൌൺസിലർമാരും അതിനു പകരം മറ്റു പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. ആരോപണം മാത്രമല്ല, അത് ആ രീതി സത്യപ്രതിജ്ഞ നടന്നിട്ടുമുണ്ട്. അതായത് ഗുരുദേവ നാമത്തിലും ഉദയന്നൂർ ദേവിയുടെ നാമത്തിലും കാവിലമ്മയുടെ നാമത്തിലും പത്മനാഭസ്വാമി സ്വാമിയുടെയും ഭാരതാംബയുടെയും ബലിദാനികളുടെയും ഒക്കെ പേരിൽ തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൌൺസിലറുണ്ട്, ആറ്റുകാലമ്മയുടെ പേരിലുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തെയും ക്ഷേത്രങ്ങളുടെയും അതുപോലെ അവിടുത്തെ ദൈവങ്ങളുടെയും ഒക്കെ പേരിൽ നടന്ന സത്യപ്രതിജ്ഞയുണ്ട്. നേതാക്കളുടെ പേരിൽ സത്യപ്രതിജ്ഞ നടന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞയുണ്ട്. ഇതെല്ലാം ചട്ടലംഘനമെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില കോടതി വിധികളും ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞകൾ പാടില്ല എന്ന് വ്യക്തമാകുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ CPM തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജില്ലാ കളക്ടറെയും സമീപിച്ചിരിക്കുന്നത്. ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തവരുടെ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യണമെന്നാണ് CPMന്റെ ആവശ്യം. അവർ വളരെ കൃത്യമായിട്ട് ഇതിനകത്തൊരു സ്പെസിഫൈഡ് ഫോർമാറ്റ് അതിനകത്ത് ഉണ്ട്. ആ ഫോർമാറ്റിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ നടത്തുന്നതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് ഈ ഗൗരവമായിട്ടുള്ള നിയമലംഘനത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് അവർ ഈ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ്. മേയർ തെരഞ്ഞെടുപ്പിൽ ഇവരെ പങ്കെടുപ്പിക്കരുതെന്ന ആവശ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനും CPM ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാവിലെ 10:30 മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോടതിയിൽ ഇടപെടൽ ഉണ്ടാക്കാനാണ് ശ്രമം. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഈ 20 കൗൺസിലർമാർ, BJPയുടെ 20 പേരുണ്ട്, അതിന് പുറത്ത് 2 UDF കൗൺസിലർമാരുമുണ്ട്. ഇവർക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം കോടതി ഇടപെട്ടാൽ ഉണ്ടാകും. അത്തരമൊരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. എന്നാൽ ഇതിനോട് കാര്യമായ ഒരു പ്രതികരണത്തിന് കോൺഗ്രസ് BJP നേതൃത്വങ്ങൾ തയ്യാറായിട്ടില്ല. കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടും നിർണായകമാകും. ഏതായാലും വളരെ ശക്തമായ ഒരു മത്സരം നാളെ നഗരസഭ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. CPM-ഉം കോൺഗ്രസും അവർക്ക് വിജയിക്കാൻ ആവശ്യമായ വോട്ടുകളില്ലെങ്കിലും മത്സര രംഗത്തുണ്ട്. പ്രധാനപ്പെട്ട RP ശിവജി CPM-ന് വേണ്ടിയും K ശബരിനാഥൻ കോൺഗ്രസിന് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയും വൈകാതെ പ്രഖ്യാപിക്കും. അതിനിടയിലാണ് ഇത്തരമൊരു കുരുക്ക് ഈ BJP കൗൺസിലർമാർക്ക് BJPയുടെ നേതൃത്വത്തിന് ഉണ്ടാകുന്നത്. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ദീപ്തി മേരി വർഗീസ് പ്രയാസം അറിയിച്ചിട്ടുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ദീപ്തിക്ക് പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കും. 2 സ്ഥലത്താണ് മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരിച്ചത്. ഒരു സ്ഥലത്തും ഒറ്റ പേരല്ലെന്നും ഒന്നിലധികം പേരുകൾ പരിശോധിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. കൊച്ചിയിലും ഒന്നിലേറെ പേരുകളുണ്ടായിരുന്നു. ഒരു പേരിലേക്ക് അവസാനം എത്തി. ആ പേര് എല്ലാവരും അംഗീകരിക്കുന്നു. അദ്ദേഹം ദീപ്തി മേരി നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. ദീപ്തി എനിക്കൊരു ഒരു ദീപ്തിയുടെ ഒരു പ്രയാസം അറിയിക്കും. അത് ഞാൻ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കും. നിജിൻ ജസ്റ്റിൻ തൃശൂർ മേയറാകും. കിഴക്കുംപാട്ടുകരയിൽ നിന്നുള്ള കൗൺസിലറും DCC വൈസ് പ്രസിഡന്റുമാണ് നിജി ജസ്റ്റിൻ. A. പ്രസാദ് ഡെപ്യൂട്ടി മേയറുമാകും. പാർട്ടിയുടെയും കൗൺസിലർമാരുടെയും അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. ടേം വ്യവസ്ഥ സംബന്ധിച്ച് പിന്നീട് തീരുമാനം അറിയിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Today, the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയരുന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. ബട്ട് ഐ ക്യാൻ ഓഫർ സംതിങ് ഗുഡ്. അരമണിക്കൂറിൽ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത്. ലോകം ക്രിസ്മസ് ലഹരിയിൽ. സ്നേഹത്തിന്റെ ശാന്തി ദൂതുമായി ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ മിശിഹ പിറന്ന മഹത്തായ ദിനം വന്നെത്തിയിരിക്കുകയാണ്. ക്രിസ്മസിനെ വരവേൽക്കാൻ ആഘോഷങ്ങളുടെ തിരക്കിലാണ് ലോകമെങ്ങും. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ലിയോ 14 മാർപ്പാപ്പ വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. 2 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ബത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. യേശു ജനിച്ചുവെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന നഗരമായ മാങ്കർ സ്ക്വയറിൽ കഴിഞ്ഞ 2 വർഷമായി ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കിയിരുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് അയവ് വന്നതോടെ ഇത്തവണ ആയിരക്കണക്കിന് ആളുകൾ മാങ്കർ സ്ക്വയറിൽ ഒഴുകിയെത്തി. കൂറ്റൻ ക്രിസ്മസ് ട്രീയും ഘോഷയാത്രയും ഗാനാലാപനങ്ങളും പ്രാർത്ഥനകളുമൊക്കെയായി ഗംഭീരമായി ക്രിസ്മസ് ആഘോഷം.
ഗാസയിലെ സമാധാനത്തിനുള്ള ആദരസൂചകമായി അവശിഷ്ടങ്ങളും മുള്ളുവേലികളും കൊണ്ട് ചുറ്റപ്പെട്ട കുഞ്ഞ് യേശുവിന്റെ ജനനരംഗം മാങ്കർ സ്ക്വയറിൽ പ്രദർശിപ്പിച്ചു. ജെറുസലേമിൽ നിന്ന് ബത്ലഹേമിലേക്കുള്ള പരമ്പരാഗത ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഉന്നത കാത്തോലിക്ക നേതാവായ കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല വെളിച്ചം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആഹ്വാനത്തോടെ ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. മാങ്കർ സ്ക്വയറിൽ എത്തിയ പിസബെല്ല ഗാസയിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ആശംസകളും അറിയിച്ചു. അതേസമയം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ലിയോ 14 മാർപ്പാപ്പ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തു. പാവപ്പെട്ടവനെ നിന്ദിക്കുന്നത് ദൈവത്തിനെ നിന്ദിക്കുന്നതിന് തുല്യമെന്നാണ് വിശ്വാസി സമൂഹത്തോടുള്ള മാർപ്പാപ്പയുടെ സന്ദേശം. Buonasera, benvenuti tutti. Bienvenidos. Tante grazie per venire qui questa sera anche in questo clima. Vogliamo celebrare insieme la festa di Natale. Gesù Cristo che è nato per noi ci porta la pace, ci porta l'amore di Dio. Tanti auguri a tutti voi. Seguite la celebrazione negli schermi. Dio vi protegga e benedica tutte le vostre famiglie. Nel nome del Padre e del Figlio e dello Spirito Santo. Amen. Tanti auguri a tutti. യേശുക്രിസ്തു എന്തുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ ജനിച്ചത് എന്ന് ചിന്തിച്ചാൽ ദൈവം എല്ലായിടത്തുമുണ്ടെന്ന് മനസ്സിലാകും. കുടിയേറ്റക്കാരെയും പാവപ്പെട്ടവരെയും എന്നും ചേർത്തു നിർത്തണമെന്നും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി മാർപ്പാപ്പ വിശ്വാസി സമൂഹത്തോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ച പ്രധാനമന്ത്രി പ്രാർത്ഥനാ ചടങ്ങുകളിലും പങ്കെടുത്തു. ദേവാലയങ്ങൾ സന്ദർശിച്ചുള്ള ക്രൈസ്തവ നയതന്ത്രം തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2023 ഈസ്റ്റർ ദിനത്തിൽ ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ, കഴിഞ്ഞ വർഷം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ, ഇത്തവണ സന്ദർശിച്ചത് ഡൽഹിയിലെ കത്തീഡ്രൽ ഓഫ് റിഡംഷനിൽ. രാവിലെ 8:30 കത്തീഡ്രലിലെത്തിയ പ്രധാനമന്ത്രി ശുശ്രൂഷകളിൽ നേരിട്ട് പങ്കെടുത്തു. Father, we still our hearts before you on this Christmas morning. We give you thanks for the gift of your only Son, Jesus, who came as a Savior to save us from our sins. മോദിക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാനമന്ത്രിക്ക് ബിഷപ്പ് ബൈബിൾ സമ്മാനിച്ചു. പ്രധാനമന്ത്രിക്ക് പുറമെ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും സിവിൽ ലൈൻസിലെ ദേവാലയത്തിൽ സന്ദർശനം നടത്തി. സമീപത്തെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളിലും നഡ്ഡ ഭാഗമായി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം തുടരുന്നതിൽ ക്രൈസ്തവ സഭകൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുന്നതിനിടെയാണ് മോദിയുടെ ദേവാലയ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ക്രിസ്മസ് രാവിലും രാജ്യത്ത് വിവിധയിടങ്ങളിൽ ആക്രമണമുണ്ടായി. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ മാളിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്തു. 90-ലധികം പേരടങ്ങുന്ന ആൾക്കൂട്ടം വടിയുമായി മാളിലേക്ക് ഇരച്ചു കയറിയാണ് ആക്രമണം നടത്തിയത്. തടയാൻ ശ്രമിച്ച സുരക്ഷാ ജീവനക്കാരെയും സംഘം ഭീഷണിപ്പെടുത്തി. മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ച് സർവ്വ ഹിന്ദു സമാജ് എന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ ഹർത്താൽ പുരോഗമിക്കുന്നതിനിടെ ഇന്നലെയാണ് ആക്രമണമുണ്ടായത്.
ഉത്തർപ്രദേശിലെ ബറേലിയിൽ ദേവാലയത്തിന് പുറത്ത് ഹിന്ദുത്വ സംഘടനകൾ ഹനുമാൻ ചാലിസ ചൊല്ലി പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു സംഭവം. ആലപ്പുഴയിൽ കരോളിനിടെ ഉണ്ടായ സംഘർഷത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. ചാരുമൂട്ടിൽ നിന്ന് 2 ക്ലബ്ബുകളിലെ അംഗങ്ങളാണ് തമ്മിലടിച്ചത്. CPM പ്രവർത്തകരെ ഉൾപ്പെടെ പ്രതി ചേർത്ത് വധശ്രമത്തിന് നൂർനാട് പോലീസ് കേസെടുത്തു. രാത്രി 11:30യോടെ നൂർനാട് കളരിമുക്കിലാണ് സംഭവം. യുവാ ക്ലബിന്റെ കരോൾ സംഘത്തിനിടയിലേക്ക് മറ്റൊരു ക്ലബിന്റെ അംഗം ഇരുചക്ര വാഹനം ഓടിച്ചു കയറ്റിയതോടെയാണ് സംഘർഷങ്ങൾക്ക് തുടക്കം. വാഹനം ഓടിച്ചു കയറ്റിയ ലിബർട്ടി ക്ലബ് അംഗം അനിമോനെ ചോദ്യം ചെയ്തതോടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. യുവാ ക്ലബിൽ നിന്ന് പിരിഞ്ഞുപോയ അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച പുതിയ ക്ലബ്ബാണ് ലിബർട്ടി. ഇരുകൂട്ടരും തമ്മിൽ വാശിയോടെയാണ് പ്രദേശത്ത് പരിപാടികൾ സംഘടിപ്പിച്ചു വന്നിരുന്നത്. അനിമോനെ ചോദ്യം ചെയ്തതോടെ കേസിൽ പ്രതിചേർത്ത ശ്യാംലാൽ അടക്കമുള്ള മറ്റ് ക്ലബ് അംഗങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നാലെയായിരുന്നു സംഘർഷം. കൈവച്ചടിച്ചത്, നെഞ്ചത്ത് അടിച്ചത്, അത് കഴിഞ്ഞ് വന്ന് തോളയിലിടിച്ചു, അത് കഴിഞ്ഞ് കാലുക്കി ചവിട്ടി. 10ഓളം പേർക്കെതിരെ നൂർനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരിക്കേറ്റവരെ നൂർനാട്, കറ്റാനം തുടങ്ങിയ ഇടങ്ങളിലെ സ്വകാര്യ ആശുപത്രികൾ പ്രവേശിപ്പിച്ചു. അടിക്കിടയിൽ ക്ലബ് അംഗങ്ങൾക്ക് തലയ്ക്ക് മുറിവേൽക്കുകയും വിരലുകൾ ഒടിയുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലബ്ബുകൾ തമ്മിലുള്ള വാശിയാണ് യുവാ ക്ലബിന്റെ കരോൾ സംഘം ലിബർട്ടി ക്ലബിന്റെ പ്രവർത്തന പ്രദേശത്തേക്ക് കടന്നപ്പോൾ പ്രകോപനങ്ങളിലേക്ക് നയിച്ചതെന്ന് പോലീസ് വിലയിരുത്തുന്നു. ക്ലബ്ബുകൾ തമ്മിലുള്ള വാശിയാണ് യുവാ ക്ലബിന്റെ കരോൾ സംഘം ലിബർട്ടി ക്ലബിന്റെ പ്രവർത്തന പ്രദേശത്തേക്ക് കടന്നപ്പോൾ പ്രകോപനങ്ങളിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വിലയിരുത്തൽ. വധശ്രമം ഉൾപ്പെടെയുള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരിൽ ക്ലബ്ബ് ഭാരവാഹികളായ CPM DYFI പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. കലാപകലുഷിതമായ ബംഗ്ലാദേശിലേക്ക് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ മടങ്ങിയെത്തിയത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനായ താരിഖ് ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീക്കങ്ങൾ തുടങ്ങിയെന്ന ബംഗ്ലാദേശ് സാമ്പത്തിക ഉപദേശകന്റെ പരാമർശവും ചർച്ചയാകുന്നു. 17 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് തിരികെ എത്തുന്നത്. മുൻ പ്രസിഡന്റ് സിയാവൂർ റഹ്മാന്റെയും ഖാലിദ സിയയുടെയും മകനായ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനുമാണ്. താരിഖ് റഹ്മാന്റെ വരവ് ഗംഭീര ആഘോഷമാക്കുകയാണ് പാർട്ടിയും പ്രവർത്തകരും. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം ബംഗ്ലാദേശിലെ മുഖ്യ പാർട്ടിയായി BNP മാറിയതിന് പിന്നാലെയാണ് താരിഖിന്റെ ഈ പുനഃപ്രവേശനം. താരിഖ് ബംഗ്ലാദേശിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്നാണ് പ്രവചനം. 2000-ൽ BNPയുടെ നേതൃനിരയിലെത്തിയതാണ് താരിഖ്. ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന് 18 മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. 2008-ൽ ജയിൽ മോചിതനായപ്പോൾ കുടുംബത്തോടൊപ്പം ലണ്ടനിലേക്ക് കുടിയേറിയതാണ്. അമ്മ ഖാലിദ സിയയെ ഹസീന ഭരണകൂടം ജയിലിൽ അടച്ചപ്പോൾ താരിഖ് ലണ്ടനിലിരുന്ന് BNPയെ നയിച്ചു. നിലവിൽ താരിഖിന്റെ അമ്മ ഖാലിദ സിയ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. മാതാവിനെ കാണാനും ഭരണത്തിലേറാനുമാണ് താരിഖിന്റെ ഈ വരവെന്നാണ് അണികൾ പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താരിഖ് റഹ്മാന്റെ തിരിച്ചുവരവ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ അനുകൂല അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും സിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ ഭരണത്തിൽ രാജ്യത്ത് കലാപങ്ങളും ഇന്ത്യ വിരുദ്ധതയുമാണ് പ്രചരിക്കുന്നത്. പാകിസ്ഥാനിലെ ISIയുടെ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വളർച്ചയും ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇടക്കാല സർക്കാരിന് പകരം BNPയുടെ നേതൃത്വത്തിൽ സർക്കാർ വന്നാൽ ബംഗ്ലാദേശ് സമാധാനത്തിലേക്ക് കടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് ബംഗ്ലാദേശ് സാമ്പത്തിക ഉപദേഷ്ടാവ് സലേഹുദ്ദീൻ അഹമ്മദ് പറഞ്ഞത്. മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാരിന് ഇന്ത്യയുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാണ് താൽപര്യമെന്നും നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ധാക്കയിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുമെന്നും സലേഹുദ്ദീൻ അഹമ്മദ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.